ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയതായി തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം മുഴുവൻ ഇരുട്ടിലാണെന്നും ഇനി മുന്നോട്ടൊരു വഴിയില്ലെന്നും കരുതി നിങ്ങൾ തളർന്നിരുന്നിട്ടുണ്ടോ? എങ്കിൽ ഇന്നത്തെ ഈ കഥ നിങ്ങൾക്കുള്ളതാണ്. ഇത് വെറും ഒരു കഥയല്ല, കഠിനമായ പ്രതിസന്ധികളിലും തളരാതെ സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു മനുഷ്യന്റെ ജീവിതമാണ്. നമ്മളിൽ പലരും പരാജയപ്പെടുമ്പോൾ പിന്തിരിയാൻ കാരണങ്ങൾ തിരയാറുണ്ട്. എന്നാൽ യഥാർത്ഥ വിജയികൾ പ്രതിസന്ധികളെ തങ്ങളുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇന്ന് ശാല സ്റ്റോറി വേൾഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ ഒരു മനുഷ്യന്റെ വിസ്മയകരമായ ജീവിതത്തിലേക്കാണ്. ഡെനിസ് മെഗ്ലോഗിൻ എന്ന ആ കലാകാരന്റെയും അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ബ്ലാക്ക് ഐലൻഡ് എന്ന സൃഷ്ടിയുടെയും പിന്നിലെ ആ രഹസ്യം എന്തായിരുന്നു? നമുക്ക് നോക്കാം. പലപ്പോഴും നമ്മൾ കാണുന്ന വിജയങ്ങൾക്ക് പിന്നിൽ ആരും കാണാതെ പോയ വലിയൊരു കണ്ണീരിന്റെയും കഷ്ടപ്പാടിന്റെയും കഥയുണ്ടാകും. ഡെന്നിസിന്റെ ജീവിതവും വ്യത്യസ്തമായിരുന്നില്ല. കുട്ടിക്കാലം മുതലേ ചിത്രരചനയും കഥകളെയും പ്രണയിച്ച ഒരു സാധാരണക്കാരനായിരുന്നു അദ്ദേഹം. ചുറ്റുമുള്ളവർ അദ്ദേഹത്തിന്റെ കഴിവിനെ കളിയാക്കിയപ്പോഴും ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുത്തിയപ്പോഴും ഡെന്നിസ് തന്റെ ഉള്ളിലെ കലാകാരനെ കൈവിട്ടില്ല. കാരണം അദ്ദേഹത്തിന് തന്റെ കഴിവിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടായിരുന്നു. നിങ്ങളുടെ കഴിവിനെ ലോകം അംഗീകരിക്കുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക എന്നതാണ് വിജയത്തിന്റെ ആദ്യപടി. ഡെന്നിസ് തന്റെ വരകളിലൂടെ ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തിന്റെ ഫലമായാണ് ബ്ലാക്ക് ഐലൻഡ് എന്ന ആശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ ജനിക്കുന്നത്. ഇരുളടഞ്ഞ നിഗൂഢതകൾ നിറഞ്ഞ ഒരു ദ്വീപ്. ആ ദ്വീപ് യഥാർത്ഥത്തിൽ ഡെന്നിസിന്റെ ജീവിതത്തിന്റെ തന്നെ ഒരു പ്രതിഫലനമായിരുന്നു. പ്രതിസന്ധികളും നിരാശകളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ പുസ്തകത്തിന്റെ പണിപ്പുരയിലേക്ക് കടക്കുന്നത്. കൂട്ടുകാരെ, നമ്മളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ബ്ലാക്ക് ഐലൻഡുകളിൽ അല്ലെങ്കിൽ ഇരുണ്ട ദ്വീപുകളിൽ അകപ്പെട്ടു പോകാറുണ്ട്. സാമ്പത്തിക തകർച്ച, സ്നേഹിച്ചവരുടെ വഞ്ചന, അല്ലെങ്കിൽ ലക്ഷ്യത്തിൽ എത്താൻ കഴിയാത്തതിന്റെ നിരാശ, ഇതെല്ലാം നമ്മളെ തളർത്താം. എന്നാൽ ഓർക്കുക, ഏറ്റവും ഇരുണ്ട രാത്രികൾക്ക് ശേഷമാണ് ഏറ്റവും മനോഹരമായ ഒരു പുലരി ഉണ്ടാകുന്നത്. ഡെന്നിസ് ആ ഇരുണ്ട ദ്വീപിനെ ഭയന്നില്ല. പകരം തന്റെ പേനയും ബ്രഷും ഉപയോഗിച്ച് ആ ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു. പകലും രാത്രിയും വ്യത്യാസമില്ലാതെ ഡെന്നിസ് ജോലി ചെയ്തു. പട്ടിണിയും പരിവട്ടവും അദ്ദേഹത്തെ അലട്ടിയപ്പോഴും തന്റെ സൃഷ്ടി ലോകത്തിനു മുന്നിൽ എത്തിക്കണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു ആ മനസ്സിൽ. പല പ്രസാധകരും അദ്ദേഹത്തിന്റെ കഥ നിരസിച്ചു. ഇതൊന്നും വിറ്റുപോവില്ല എന്ന് പറഞ്ഞ് അവർ അദ്ദേഹത്തെ മടക്കി അയച്ചു. ചിന്തിച്ചു നോക്കൂ, നമ്മളാണെങ്കിൽ അവിടെ വെച്ച് ആ ശ്രമം ഉപേക്ഷിക്കില്ലായിരുന്നോ? ഒരു തവണ പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആരെയും നമ്മൾ നിരസിക്കുമ്പോൾ നമ്മൾ തകർന്നു പോകാറുണ്ട്. എന്നാൽ ഡെന്നിസ് വ്യത്യസ്തനായിരുന്നു. ഓരോ നോ എന്ന മറുപടിയും അദ്ദേഹത്തിന് അടുത്ത ശ്രമത്തിനുള്ള ഇന്ധനമായിരുന്നു. തന്റെ കഥയിലെ നായകൻ നേരിടുന്ന പ്രതിസന്ധികളെ പോലെ തന്നെയായിരുന്നു ഡെന്നിസിന്റെ യഥാർത്ഥ ജീവിതവും. പ്രതിബന്ധങ്ങൾ കൂടുന്തോറും വീര്യം കൂടുന്ന ഒരു പോരാളിയെ പോലെ അദ്ദേഹം മുന്നോട്ട് നീങ്ങി. ഒടുവിൽ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന് ഫലം കണ്ടു. ബ്ലാക്ക് ഐലൻഡ് എന്ന കോമിക് പുസ്തകം പുറത്തിറങ്ങിയപ്പോൾ അത് സൃഷ്ടിച്ച തരംഗം ചെറുതല്ലായിരുന്നു. ആളുകൾ ആ നിഗൂഢമായ ദ്വീപിന്റെ കഥയും അതിലെ ചിത്രങ്ങളും ആഴവും നെഞ്ചിലേറ്റി. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു മനുഷ്യന്റെ വിജയപ്രഖ്യാപനമായിരുന്നു അത്. ഡെന്നിസ് മെഗ്ലോഗിന്റെ ഈ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടേത് മാത്രമാണ്. അത് വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വവും നിങ്ങൾക്കാണ്. ലോകം നിങ്ങളെ തള്ളിക്കളഞ്ഞാലും സാഹചര്യം എതിരായാലും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകരുത്. ബ്ലാക്ക് ഐലൻഡ് എന്ന രഹസ്യം മറ്റൊന്നുമല്ല, അത് നമ്മുടെ ഉള്ളിലെ ഭയത്തെ അതിജീവിച്ച് കഠിനാധ്വാനത്തിലൂടെ നമ്മൾ കെട്ടിപ്പടുക്കുന്ന വിജയത്തിന്റെ സാമ്രാജ്യമാണ്. അതേ കൂട്ടുകാരെ, ബ്ലാക്ക് ഐലൻഡ് ഒരു വലിയ വിജയമായി മാറിയെങ്കിലും ഡെന്നിസിന്റെ യാത്ര അവിടെ അവസാനിച്ചില്ല. ജീവിതം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തുടർന്നുള്ള നാളുകൾ. ഒരു വലിയ വിജയത്തിന് ശേഷവും മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ അദ്ദേഹം വീണ്ടും കഠിനമായി ശ്രമിക്കേണ്ടി വന്നു. കാലം മാറുന്തോറും കോമിക് രംഗത്തെ സാങ്കേതിക വിദ്യകളും ജനങ്ങളുടെ താല്പര്യങ്ങളും മാറിക്കൊണ്ടിരുന്നു. പുതിയ തലമുറയിലെ കലാകാരന്മാർ ഡിജിറ്റൽ ലോകത്തേക്ക് ചുവടുവെച്ചപ്പോൾ ഡെന്നിസ് തന്റെ പരമ്പരാഗതമായ ശൈലിയിൽ തന്നെ ഉറച്ചു നിന്നു. പലരും അദ്ദേഹത്തോട് പറഞ്ഞു, ഡെന്നിസ്, നിങ്ങൾ മാറണം, ഈ പഴയ ശൈലി ഇനി വിപണിയിൽ നടക്കില്ല. എന്നാൽ ഡെന്നിസിന് തന്റെ തനിമയിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു.
തൻ്റേതായ ആ പഴയ ശൈലിയെ കൂടുതൽ മനോഹരമാക്കുകയാണ് അദ്ദേഹം ചെയ്തത്. മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കാതെ സ്വന്തം വ്യക്തിത്വം കാത്തുസൂക്ഷിച്ചുകൊണ്ടാണ് ഇന്നും ഡെനിസ് മെക്ലോഗിൻ എന്ന പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളും പലപ്പോഴും മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട്. അവർ ചെയ്യുന്നതാണ് ശരിയെന്നും നമ്മുടെ വഴി തെറ്റാണെന്നും നമ്മൾ ചിന്തിക്കും. എന്നാൽ ഓർക്കുക, നിങ്ങൾ നിങ്ങളായിരിക്കുമ്പോഴാണ് ഏറ്റവും ശക്തനാകുന്നത്. ഡെന്നിസിന്റെ ജീവിതത്തിലെ അവസാന നാളുകൾ ഏറെ വികാരഭരിതമായിരുന്നു. അത്രയധികം പ്രശസ്തിയും അംഗീകാരവും നേടിയ ആ മനുഷ്യൻ തൻ്റെ അവസാന കാലത്ത് ഏകാന്തതയാണ് കൂട്ടുപിടിച്ചത്. പക്ഷേ ആ ഏകാന്തതയിലും അദ്ദേഹത്തിൻ്റെ കൈകൾ വിശ്രമിച്ചില്ല. പേനയും ക്യാൻവാസും അദ്ദേഹത്തിൻ്റെ ജീവനായിരുന്നു. പുറം ലോകം അദ്ദേഹത്തെ മറക്കാൻ തുടങ്ങിയപ്പോഴും തൻ്റെ മുറിക്കുള്ളിലിരുന്ന് അദ്ദേഹം വരച്ചുകൊണ്ടേയിരുന്നു. ഒരു യഥാർത്ഥ കലാകാരന് തൻ്റെ സൃഷ്ടി നൽകുന്ന സന്തോഷത്തേക്കാൾ വലുതായി മറ്റൊന്നുമില്ല എന്ന് അദ്ദേഹം തെളിയിച്ചു. നിങ്ങൾ ചെയ്യുന്ന ജോലി പ്രശസ്തിക്ക് വേണ്ടിയോ പണത്തിനു വേണ്ടിയോ മാത്രമാകരുത്. അത് നിങ്ങളുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നായിരിക്കണം. പരാജയങ്ങൾ വരുമ്പോൾ തളരാതിരിക്കാനും വിജയങ്ങൾ വരുമ്പോൾ അഹങ്കാരിക്കാതിരിക്കാനും ഡെന്നിസിന്റെ ഈ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. ബ്ലാക്ക് ഐലൻഡ് എന്ന ആ ഇരുണ്ട ദ്വീപിന്റെ രഹസ്യം തിരിഞ്ഞു പോയവർക്ക് ഒടുവിൽ മനസ്സിലായത് ആ രഹസ്യം ആ ദ്വീപിലല്ല, മറിച്ച് അത് സൃഷ്ടിച്ച മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിലായിരുന്നു എന്നാണ്. ഇന്ന് ഈ കഥ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളതൊന്നേയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലെ ബ്ലാക്ക് ഐലൻഡ് ഏതാണ്? നിങ്ങൾ നേരിടുന്ന ആ വലിയ പ്രതിസന്ധി എന്താണ്? അതിനെ ഓർത്ത് ഭയന്ന് ഓടാൻ നിൽക്കരുത്. ഡെന്നിസിനെ പോലെ ആ പ്രതിസന്ധിയുടെ നെഞ്ചിലേക്ക് നോക്കി പുഞ്ചിരിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അതിനെ നേരിടുക. അത് നിങ്ങളുടെ കഴിവാകാം, കഠിനാധ്വാനമാകാം, അല്ലെങ്കിൽ തോറ്റുകൊടുക്കില്ലെന്ന് നിങ്ങളുടെ ഉറച്ച മനസ്സുമാകാം. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങൾ തോറ്റുപോയെന്ന് ഉറപ്പിച്ചു പറയുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ ശക്തിയായി തിരിച്ചടിക്കേണ്ടത്. കാരണം വീഴ്ചകളിൽ നിന്നാണ് ഏറ്റവും വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നത്. ഈ ലോകം നിങ്ങളെ തളർത്താൻ നോക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഉയരങ്ങളിലേക്ക് പറക്കുക. ഓർക്കുക, നിങ്ങളെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല, നിങ്ങൾ സ്വയം തോറ്റുകൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം. കൂട്ടുകാരെ, ഡെന്നിസ് മെക്ലോഗിന്റെ ഈ ജീവിതകഥ നിങ്ങൾക്ക് പുതിയൊരു ഊർജവും പ്രചോദനവും നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകാൻ ഈ കഥ നിങ്ങളെ സഹായിച്ചെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് പങ്കുവെക്കുക. ഇതുപോലുള്ള ഹൃദയസ്പർശിയായ കഥകളും മോട്ടിവേഷണൽ ചിന്തകളും ഇനിയും കേൾക്കുന്നതിനായി നമ്മുടെ ശാല സ്റ്റോറി വേൾഡ് എന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനമാണ്. അടുത്ത ഒരു പുതിയ അധ്യായവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.